നിലമ്പൂർ എം.എൽ.എ. PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി. അബ്ദുറഹ്മാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞ അൻവർ സ്വന്തം പിതാവിനെ അപമാനിച്ചിരിക്കുന്നുവെന്നാണ് അബ്ദുറഹ്മാൻ പ്രതികരിച്ചിരിക്കുന്നത്. അൻവറിന്റെ പരാതിയിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവർ ഒരു പരാതി പറഞ്ഞു, ആ പ്രശ്നം അവിടെ തീർന്നു. ഇത് സർക്കാരിനോ മുന്നണിക്കോ യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകില്ല. അത് തെറ്റായ ധാരണയാണ്. ഇവിടെ ഏതൊരു പൗരനും പരാതി പറയാനുള്ള അവകാശമുണ്ട്. അൻവറിന്റെ പരാതിയിൽ കൃത്യമായ നടപടിയുണ്ടാകും. ഒരു ദിവസം കൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കില്ല. നടപടികൾ എടുത്തു വരികയാണെന്നും ഒരു വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വന്തം അച്ഛനെ അപമാനിക്കാൻ പാടുണ്ടോ? ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ പ്രവണതയാണ്. അൻവർ നടത്തിയ ആക്ഷേപങ്ങൾ മുൻപ് പ്രതിപക്ഷം ഉയർത്തിയതാണ്. അത് തെറ്റാണെന്ന് തെളിഞ്ഞതുമാണ്. പ്രതിപക്ഷത്തിന്റെ ചട്ടകമായി പ്രവർത്തിക്കുന്നത് ശരിയായ രീതിയല്ല. സമാനമായി അൻവറിന്റെ ആരോപണത്തിൽ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി EV മോഹൻദാസും പ്രതികരിച്ചു. അൻവർ വലതുപക്ഷത്തിന്റെ കോടാലിയായി മാറുകയാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ജനപ്രതിനിധിയാണെന്ന് ബോധമില്ലാതെയാണ് അൻവർ സംസാരിക്കുന്നത്. ഒരാളിങ്ങനെ തരം താഴ്ന്നതിന്റെ നെല്ലിപ്പലക കടന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വസ്തുതാപരമല്ല. വലതുപക്ഷത്തിന്റെ കോടാലിയായി അൻവർ മാറിയെന്ന് തെളിയിച്ചു. ഇടതുപക്ഷ MLA ആകാൻ അദ്ദേഹം അയോഗ്യനാണ്. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ അൻവറിനെതിരെ ലക്ഷം നാവുകൾ പ്രതികരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അയാളുടെ പിന്നിൽ വാലാട്ടിക്കൊണ്ട് നിൽക്കില്ല. അൻവറിന് സ്വർണ്ണക്കടത്തിൽ ഷെയർ ഉണ്ടെന്നുവരെ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഹവാല ടീമിനു വേണ്ടിയാണ് അയാൾ സംസാരിക്കുന്നത്, മോഹൻദാസ് പ്രതികരിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം തന്റെ ആരോപണങ്ങളിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് PV അൻവർ MLAയും. ജുഡീഷ്യറിയിൽ മാത്രമാണ് പ്രതീക്ഷയെന്നും തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞിരുന്നു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല. ഒഴിവാക്കും വരെ LDFൽ തുടരുമെന്നും അൻവർ പറഞ്ഞു. ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചാണ് അൻവറിന്റെ ഇന്നത്തെ വാർത്താസമ്മേളനവും നടത്തിയിരുന്നത്. താൻ ശ്രമിച്ചത് പാർട്ടിയെ കീർത്തിപ്പെടുത്താനാണ്. ഇങ്ങനെ പോയാൽ LDF 25 സീറ്റിലൊതുങ്ങും. പലർക്കും കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു.